ഹലോ ഗൈസ്, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വാഴയിലയിൽ നെയ്ച്ചോറും ബീഫും കഴിച്ചു ഗൈസ്. അതെവിടാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിപ്പോൾ നേരെ നമ്മുടെ പാലാരിവട്ടം ഉണ്ടല്ലോ, പാലാരിവട്ടത്തു നിന്ന് നമ്മുടെ പാടിയവട്ടത്തുള്ള ഹംസ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. പക്ഷെ ഹോട്ടൽ പോലെ നിങ്ങൾക്ക് തോന്നൂല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വീട് പോലെ, ഇതൊരു തുളസിത്തറയും ഒരു ചെറിയൊരു പഴയ എന്തോ വീടോ കാര്യങ്ങളോ ആയിരുന്നു തോന്നും. ഇപ്പോൾ അവരത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ഹോട്ടലാക്കി അവർ പ്രവർത്തിക്കുകയാണ്. നല്ല സൂപ്പർ. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇതിൻ്റെ കണ്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ എൻ്റെ ഡാൻസ് ക്ലാസ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഞാനൊരു പോകുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതുവരെ പറ്റിയില്ലായിരുന്നു ഗൈസ്. ഇന്നാണ് എനിക്ക് അതിനുള്ളൊരു സമയം കിട്ടിയത്. അങ്ങനെ നല്ല ഒരു ജാതിത്തോട്ടമൊക്കെ ഉണ്ട് അവിടെ. ഇതവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിൽ ഒരു പോർഷനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു 2-3 മണിയായി. അന്നേരം അവിടെ തിരക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങളെപ്പോലെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. ഒരു 4-5 പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഇത് ടോക്കൺ പോലെ എടുത്തിട്ട് ടോക്കൺ വിളിച്ചായിരുന്നു കയറ്റുന്നത്. കുബാബയിലാണ് ഇതുപോലെ ഞാൻ ക്യൂ നിന്ന് കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇത് ക്യൂന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 4-5 പേര് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എന്താ ഫുഡ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറേ വീഡിയോസിനകത്തൊക്കെ മീനിൻ്റെ കുറേ ഐറ്റംസ്, പിന്നെ ചിക്കൻ ബിരിയാണി അത് ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും എന്തുവായിരുന്നു, നെയ്ച്ചോറും പിന്നെ പള്ളിക്കറി. അപ്പോൾ പള്ളിക്കറി എന്താണ് ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു. പള്ളിക്കറിയോ, അതെന്ത് കറിയാ? അപ്പോൾ ഞങ്ങൾ 3 പേരോടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു പള്ളിക്കറി സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പിന്നെ പള്ളിക്കറി നമുക്കൂടെ ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. പല വെറൈറ്റി കറികൾ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പൊങ്ങി വരുവാണല്ലോ. അപ്പോൾ പള്ളിക്കറി കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി, എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഒരു കഴിക്കാനൊരു ആകാംക്ഷ. അങ്ങനെ ഞങ്ങൾ 3 നെയ്ച്ചോറും പിന്നെ 2 പള്ളിക്കറിയും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ആയിരുന്നു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന നിപ്പാണ് ഗൈസ്. ഇത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താലും ഈ ജാലിത്തോട്ടത്തിൻ്റെയൊക്കെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഒരു ഇതുണ്ട്. അവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഒരു സൈലൻ്റ് ഏരിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ കണ്ടോ, നെയ്ച്ചോറിന് 70 രൂപ, പിന്നെ കോഴി കാന്താരി വരട്ടിയത് 100, പിന്നെ കോഴി പൊരിച്ചത് 110, ബീഫ് പൊരിച്ചത് 110. അങ്ങനെയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടോ, ജ്യൂസിന് 20 എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ട്. അങ്ങനെ കുറേ ബില്ലും റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ടൈം വരുന്നത് 12 മണി തൊട്ടിട്ട് 9 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. അപ്പം റേറ്റൊക്കെ സാധാരണ നെയ്ച്ചോറും ബീഫിനൊക്കെ 200 സംതിങ് രൂപയ്ക്കൊക്കെ ഞാൻ വാങ്ങി കഴിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് ഇനിയും ടേസ്റ്റ് വൈസ് എന്തെങ്കിലും കുറവായിരിക്കും എന്നൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു. പക്ഷേങ്കിൽ എന്നെ ഞെട്ടിച്ച് ഗൈസ്, സൂപ്പറായിരുന്നു. കുറേ നാളുകളായി ഗൈസ് വാഴയിലക്കകത്തൊക്കെ ചോറ് കഴിച്ചിട്ട്. കാരണം വാഴയിലക്കകത്തൊക്കെ ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ വാഴയില കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല ഫുഡായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ വാഴയിലയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് അവർ ഈ ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഫ്രൈ ആണ് ഫസ്റ്റ് വന്നത്. ഇങ്ങനെ ചിക്കൻ ഫ്രൈ വന്നതും ഞാനാണെന്നുണ്ടെങ്കിൽ നല്ല വിശന്നായിരുന്നു വന്നത്. ചിക്കൻ ഫ്രൈയും പള്ളിക്കറിയും കിട്ടിയപ്പം തന്നെ ഞാനെടുത്തൊരു കാലുണ്ടായിരുന്നു. അങ്ങനെ കാലെടുത്ത് തിന്നാൻ തുടങ്ങി ഗൈസ്. പിന്നെ ആണെങ്കിൽ പള്ളിക്കറി കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ടേസ്റ്റ് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. എന്തായാലും ഈ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ചിക്കൻ്റെ കാല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുക, നെയ്ച്ചോറ് വരുന്നിടം വരെ ഒന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല ഗൈസ്. ഫ്രൈ അവിടെ നിന്ന് തുടങ്ങി. അങ്ങനെ നെയ്ച്ചോറ് അത് നെയ്ച്ചോറ് ഇങ്ങനെ വിളമ്പത്തിൽ തന്നെ നല്ലൊരു മണം കേട്ടോ. അതിൻ്റെ പട്ട ഗ്രാമ്പ് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നെയ്ച്ചോറ്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഗൈസ്. ആ ഒരു നെയ്യുടെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ്, എന്താ എനിക്ക് ടേസ്റ്റ് പറയാൻ അറിയത്തില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ 1 ട്രിപ്പായി, 2 ട്രിപ്പായി, 3 ട്രിപ്പിലേക്ക് ഞങ്ങൾ കടന്നില്ല. അതിനിപ്പുറം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഗൈസ്.
പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നെയ്ച്ചോറും പിന്നെ PDF പിന്നെ പള്ളിക്കറികളും. അമ്മ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ തന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്, അപ്പോൾ അമ്മ എന്തായാലും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അമ്മയ്ക്കൂടെ ഓർഡർ ചെയ്യും. കാരണം അമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പം പിന്നെ അമ്മയ്ക്കൂടെ അതെന്താണ് ഇഷ്ടപ്പെട്ടാലും എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ കൊണ്ട് കൊടുക്കത്തുള്ളൂ. പക്ഷേ എനിക്കിഷ്ടപ്പെടുന്ന എന്തും എൻ്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഒരു നാരങ്ങച്ചാറ് സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സലാസും കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിന്ന് വയർ പൊട്ടി ഗൈസ്. സൂപ്പറെന്ന് വെച്ചാൽ പൊള്ളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം പള്ളിക്കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ അടുത്തിരിക്കുന്നവർ ഇത് ഓർഡർ ചെയ്തു, എന്തായിരുന്നു PDF. അപ്പം PDF സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഞാൻ കൊടുത്തത് പിന്നെ PDF കൂടെ വാങ്ങിക്കാന്ന്. പിന്നെ കാന്താരി പൊരിച്ച് എന്താണ്ട് ഒരു സംഭവം എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, അത് ഞങ്ങൾ ചോദിച്ചു അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ അവർ തീർന്നു പോയെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ച്. എന്താണെങ്കിലും നൈസായിരുന്നു. ഇതാണ് ഗൈസ് ബീഫ് PDF. ഇത് ഞാൻ PDF കുറേ എടുത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് വേറൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു നാരങ്ങ വെള്ളം കൊടുത്തു തന്നവർ, അത് അവർ നമ്മുടെ ഈ വീട്ടിലൊക്കെ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു തനി നാടൻ ടേസ്റ്റ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു നാരങ്ങ വെള്ളം എന്നുള്ളത് 2 ഗൈസ്. പിന്നെ ഈ അച്ചാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും അച്ചാർ വാങ്ങി കഴിച്ചേട്ടാ. എൻ്റെ മുഖത്തെ ഈ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ട് ഞാൻ കഴിക്കുന്നത്. നമ്മൾ ഈ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കൂലേ, ആ ആസ്വാദനമാണ് ഗൈസ് എൻ്റെ ഈ മുഖത്ത് ഈ കാണുന്ന ഈ ഒരിത്. എന്താണേലും വാഴയിലക്കകത്ത് കുറേ നാളുകൾക്ക് ശേഷം ഫുഡ് കഴിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് കരുതുന്നു. എനിക്ക് ഈ വാഴയിലക്കകത്ത് ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടം. നമ്മൾ ഈ ഓണത്തിനും എന്തെങ്കിലുമൊക്കെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ വാഴയിലക്കകത്തൊക്കെ ഫുഡ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എന്നൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടും അപൂർവം നമ്മളിങ്ങനെ വാഴയിലക്കകത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിയോ എന്തോ ഒരു എന്തൊക്കെയോ ഒരു വൈബാണല്ലോ. അങ്ങനെ കിട്ടിയത് തന്ന ഫസ്റ്റ് വിളമ്പിയ ഫുഡെല്ലാം ഞാൻ കഴിച്ച് തീർത്ത് ഫിനിഷാക്കി ഗൈസ്. കണ്ടോ PDF ചിക്കൻ്റെ എല്ലാം തീർത്ത് കണ്ടോ. ഇതൊരു വീടാണ് കണ്ടോ. വീട് അവർ എന്താ പറയുക കുറച്ച് സെറ്റാക്കിയിട്ട് ഒരു ഹോട്ടലാക്കി എടുത്തതാണ്. പിന്നെ ഞാൻ ഒരു നാരങ്ങ വെള്ളം കൂടെ ചോദിച്ച് വാങ്ങി കുടിച്ച് ഗൈസ്. ആ നാരങ്ങ വെള്ളത്തിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ അമ്മയ്ക്ക് ഞാൻ ഫുഡ് പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ PDF കൂടെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഒരു 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത്. കാരണം നല്ലൊരു ആംബിയൻസ് അല്ലേ, നല്ലൊരു വീട്, നല്ലൊരു എന്താ പറയുക, എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല. എനിക്കെന്തായാലും ഈ ഒരു സൈലൻ്റ് ഏരിയ ആണ്, ഇച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ട് വലിയ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെ ഞങ്ങൾ ഫുഡും പാഴ്സലൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ PDF പിന്നെ നാരങ്ങ വെള്ളവും അതും ഇതും എല്ലാം കുടിച്ചിട്ട് വയറ് നല്ലോണം വേദന എടുത്ത് തുടങ്ങി. കാരണം വയറ്റ് സ്ഥലമില്ലാന്ന് തോന്നുന്നു. എല്ലാം കൂടെ അങ്ങ് ടേസ്റ്റ് കൂടുമ്പോൾ നമ്മൾ വയറൊന്നും നോക്കൂലല്ലോ, മതിമറന്നങ്ങ് കഴിക്കുമല്ലോ. എന്തായാലും നല്ലൊരു ഹോട്ടലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നെയ്ച്ചോറും നല്ല ചൂട് എന്താ പറയുക പള്ളിക്കറിയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പാടിയവട്ടത്താണ് ഈ ഒരു ഹോട്ടലുള്ളത്. ഇപ്പം പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ലൊക്കേഷൻ കിട്ടും. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ നാരങ്ങ വെള്ളം എനിക്ക് ഒന്നുകൂടെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് കുട്ടി വീഡിയോ. അപ്പം എനിക്കിഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നെയ്ച്ചോറും പള്ളിക്കറിയും മാത്രമല്ല കേട്ടോ, അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞങ്ങളൊരു 2:30-3 മണിയായ സമയത്താണ് അവിടെ ചെന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുമ്പോൾ ഇച്ചിരി നേരത്തെ പോവുക, അല്ലെങ്കിൽ ഉള്ളത് മാത്രം കൂട്ടി കഴിക്കേണ്ടി വരും. എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നെയ്ച്ചോറും പള്ളിക്കറിയായിരുന്നു. അപ്പം പള്ളിക്കറിയൊക്കെ പോയി ടേസ്റ്റ് ചെയ്യുക, സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.